കലാകാരന്മാർക്ക് ഏറെ വില നൽകുന്ന നാടാണ് കേരളം. അതിന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ അഭിമാനമാണ് മമ്മൂട്ടി. എന്നാൽ മമ്മൂട്ടിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് പിണറായി സർക്കാർ. ഒരു കാലത്ത് മമ്മൂട്ടിയെ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന സർക്കാരാണ് പിണറായി സർക്കാർ. എന്നാൽ മമ്മൂട്ടി ഇപ്പോൾ തള്ളിപ്പറഞ്ഞ പിണറായി സർക്കാരിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. CPM-ന്റെ അടുത്ത ആളാണ് എന്ന രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടന്നിരുന്ന മമ്മൂട്ടിയെ വലിച്ച് താഴെയിട്ട് അപമാനിച്ച പിണറായി സർക്കാർ ചെയ്തത് ഒരു മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയും ഒരു കലാകാരനെ അവഹേളിക്കുകയും ഒക്കെയാണ്. ഒരിടത്തും ആരുടെയും മുഖം കറുപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ഇതുവരെ മുന്നോട്ട് പോയ മമ്മൂട്ടിയെ തെറിവിളി കേൾപ്പിച്ചത് ആരാണ്? അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് വയനാട്ടിലെ ചൂരൽമല സന്ദർശിക്കാൻ പോയത് എന്നാണ് കേട്ടത്. എന്തിനേയും രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് എങ്ങനെ തെറ്റാകും? മര്യാദയ്ക്ക് തന്നെയാണ് റഫീഖ് എന്ന് പറയുന്ന സഖാവിനോട് മമ്മൂട്ടി മാറി നിൽക്കാൻ പറഞ്ഞത്. പക്ഷെ സർക്കാരിന് ഇതൊക്കെ ആണെങ്കിലും പ്രിയം ന്യൂനപക്ഷ വോട്ട് തന്നെയാണ് എന്നൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ മമ്മൂട്ടി ആരായി? പക്ഷെ മമ്മൂട്ടിയെ തള്ളി പറയുന്നത് അംഗീകരിക്കാത്ത വലിയൊരു സമൂഹം ഇവിടെയുണ്ട്, ഇല്ലേ? അതുകൂടി സർക്കാർ മറക്കരുത്. വയനാട്ടിൽ സർക്കാർ പണിത ടൗൺഷിപ്പ് സന്ദർശിക്കാൻ എത്തിയ മമ്മൂട്ടി തൻ്റെ അടുത്തൊന്നും മാറാതെ നിൽക്കുന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിനോട് മാറി നിൽക്കാൻ പറഞ്ഞ സംഭവത്തിൽ റഫീഖിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വന്നതാണ് ഇപ്പോൾ പലരെയും അമ്പരപ്പിക്കുന്നത്. അവരുടെ ഭയം എന്താണ്? അവരുടെ ഭയം ന്യൂനപക്ഷ വോട്ടുകൾ ഇനി ഇതിൻ്റെ പേരിൽ നഷ്ടപ്പെടും. അവർക്ക് വലുത് മമ്മൂട്ടിയല്ല, റഫീഖ് തന്നെയാണ്. അങ്ങനെ പേടിച്ചതോടെയാണ് പിണറായി വിജയനും മുഹമ്മദ് റിയാസും നടൻ മമ്മൂട്ടിയെ കൈവിട്ടിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മമ്മൂട്ടിക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രിയും റിയാസും പ്ലേറ്റ് മാറ്റിയത്. വെറുതെ ഇടിച്ചു കയറുന്നവരല്ല CPM ജില്ലാ സെക്രട്ടറിമാർ. ഇതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിനെ വാനോളം പുകഴ്ത്തി മുഖ്യമന്ത്രി. റഫീഖിന്റെ വീടും സന്ദർശിച്ചു. അങ്ങനെയാണ് റഫീഖിനെ ഒന്ന് മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചത്. മമ്മൂട്ടിയെ തള്ളിപ്പറയുകയും ചെയ്തു. പാവം മമ്മൂട്ടിയെ കൊണ്ട് മാപ്പ് പറയിച്ചിരിക്കുകയാണ് സർക്കാർ. അദ്ദേഹം ഒരു മാപ്പ് പറയേണ്ട ഒരു തെറ്റൊന്നും ചെയ്തെന്ന് ആർക്കും തോന്നുന്നില്ല. കേരള സമൂഹം അങ്ങനെ വിശ്വസിക്കുന്നതേയില്ല. ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഇതുപോലെ അത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കാണാൻ പോകുന്ന സമയത്ത് എനിക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും എൻ്റെ ചുറ്റും നിൽക്കുകയാണെങ്കിൽ അവരോട് മാന്യമായി മാറി നിൽക്കൂ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അത് തന്നെ മമ്മൂട്ടി ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെ വലിയ രീതിയിൽ വിവാദമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം അദ്ദേഹത്തിന് അവിടെ ആവശ്യമില്ല എന്നത് തന്നെയാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പോയതാണ്, അല്ലാതെ അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചു വരുത്തി ഒരു PR വർക്ക് ആയിരുന്നില്ല അത് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു വിവാദം അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വളരെ നിഷ്പക്ഷമായ ഒരു കുറിപ്പ് വായിക്കാനിടയായി. മമ്മൂട്ടിയുടെ വയനാട് മുണ്ടക്കൈ ടൗൺഷിപ്പ് സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ നിഷാദ് കോയയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സ്വകാര്യ സന്ദർശനം പാർട്ടി പരിപാടിയാക്കാൻ ശ്രമിച്ച എല്ലാ ഫ്രെയിമിലും ഒരാൾ കയറി നിന്നാൽ അതിനെ അനുവദിക്കാനാകുമോ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി അത്രയും താഴരുതായിരുന്നു. ഇനി ഭരണം മാറി കോൺഗ്രസ് വന്നോട്ടെ, DCC സെക്രട്ടറി വന്ന് ഇതുപോലെ കാണിച്ചാലും മമ്മൂട്ടി ഇത് തന്നെ പറയും എന്നാണ് നിഷാദ് കോയയുടെ പക്ഷം. നിഷാദ് കോയയുടെ വാക്കുകൾ ഒന്ന് ചുരുക്കി വായിക്കാം. ദുരന്ത സമയത്ത് ആ മനുഷ്യർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചവരുടെ സഖാക്കൾ മാത്രമായിരുന്നോ? കോൺഗ്രസും ലീഗും സംഘികളും വിവിധ മതസംഘടനകളും മതമില്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർ നടത്തിയ ഒരു പോരാട്ടമായിരുന്നു അത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചെറുതും വലുതും ആയ തുക നൽകിയതും മമ്മൂട്ടി കൂടി അടങ്ങുന്ന മലയാളികൾ തന്നെയാണ്. സഖാവ് റഫീഖ് ടൗൺഷിപ്പിന്റെ ആത്മാവും മമ്മൂട്ടി കാഴ്ചക്കാരനും എന്ന നറേറ്റീവ് ഒക്കെ അങ്ങ് കയ്യിൽ വച്ചാൽ മതി. ടൗൺഷിപ്പ് സർക്കാരിൻ്റെതാണ്, സർക്കാർ ജനങ്ങളുടേതാണ്. ടൗൺഷിപ്പ് നേരിൽ കണ്ട വ്യക്തി എന്ന നിലയിൽ പറയുന്നു, ഏറ്റവും നന്നായി കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിർമ്മിച്ച സ്നേഹഭവനങ്ങൾ പിണറായി സർക്കാരിന്റെ പ്രവർത്തന മികവ് തന്നെയാണ്. അത് ഒരു പാർട്ടി സ്പോൺസേഡ് പരിപാടി ആക്കാൻ ശ്രമിച്ച എല്ലാ ഫ്രെയിമിലും കയറി നിൽക്കുന്ന ചില ഖദർ ധരിച്ച യൂത്തന്മാരുടെ ലെവലിലേക്ക് സഖാവ് റഫീഖ് താഴരുതായിരുന്നു. മമ്മൂട്ടിയോ മോഹൻലാലോ ആര് വേണമെങ്കിലും വന്നോട്ടെ, പൊക്കോട്ടെ. നിങ്ങളെ വയനാട്ടുകാർക്ക് അറിയാലോ സഖാവേ. അതുപോലെ സഖാവേ, നമുക്ക് നാളെ കോൺഗ്രസ് ഭരണത്തിൽ DCC സെക്രട്ടറി ഇതുപോലെ കാണിച്ചാലും മമ്മൂട്ടി ഇത് തന്നെ പറയും. അഹങ്കാരിയാണ് അയാൾ. അത് മമ്മൂട്ടിയെക്കുറിച്ച് ഒരല്പം അഭിമാനത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആരുടെ മുന്നിലും സ്വന്തം സെൽഫ് റെസ്പെക്ട് പണയം വെക്കാത്ത വ്യക്തിയാണ് മമ്മൂട്ടി എന്നുള്ളത് ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത് പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. അതൊരിക്കലും അഹങ്കാരമല്ല. അത് അഹങ്കാരം എന്ന് വ്യാഖ്യാനിക്കാനാവുകയുമില്ല. മമ്മൂട്ടിയുടെ മുണ്ടക്കൈ ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയാണ് സംഭവം. സിനിമാ ചിത്രീകരണം
കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെ അദ്ദേഹം നിർമ്മാതാവ് ആൻഡോ ജോസഫിനൊപ്പം ടൗൺഷിപ്പിൽ എത്തുന്നത്. മാധ്യമങ്ങളെ ഒന്നും അറിയിച്ചില്ല, സ്വകാര്യമായിട്ടാണ് അദ്ദേഹം മുണ്ടകയിൽ എത്തിയത്. കാര്യം അറിഞ്ഞ് എത്തിയതാണ് CPM ജില്ലാ സെക്രട്ടറി. മമ്മൂട്ടിക്കൊപ്പം ഉടനീളം ഉണ്ടായിരുന്നു. അതിനിടെയാണ് മമ്മൂട്ടി തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചത്. മലയാളികൾ എന്തായാലും മമ്മൂട്ടിക്കൊപ്പം തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തെ ഒരു വിൽപ്പന ചരക്കാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി ചെയ്തത് തന്നെയാണ് ശരി. മമ്മൂട്ടി എന്നല്ല, ഇനി ആരായാലും അത് തന്നെയാണ് ശരി. പക്ഷെ അതിനെ തള്ളിപ്പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കണം, ഈ സർക്കാരിന് എന്നല്ല ഏത് സർക്കാരിനും ആവശ്യം അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങളാണ്. കലാകാരന് കലാകാരൻ്റെതായ മാന്യതയുണ്ട്. ആ മാന്യത ഒരു രാഷ്ട്രീയത്തിനും ഒരു വ്യക്തിക്കും അടിയറ വെക്കാതിരിക്കുന്നതും കൂടി ഒരു കലാകാരന്റെ ആത്മാഭിമാനമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.